വൃന്ദാവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചിത്രശലഭങ്ങളെ സ്നേഹിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? പൂമ്പാറ്റകളെ കണ്ട് വളർന്ന ബാല്യകാലം നമുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ചിത്രശലഭങ്ങളെ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു സസ്യമുണ്ട്. അതാണ് കിലുക്കാംപെട്ടി. കിലുക്കി എന്നൊക്കെ വിളിക്കും. പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിലേക്ക് ധാരാളം പൂമ്പാറ്റകൾ ആകർഷിച്ച് വരാറുണ്ട്. നമുക്ക് വീട്ടിലൊരു ശലഭോദ്യാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കിലുക്കാംപെട്ടി ചെടി ഒന്ന് കൊണ്ടുവച്ചാൽ മതി. ഇഷ്ടം പോലെ ചിത്രശലഭങ്ങൾ അതിലേക്ക് പാറിപ്പറന്നു വരും. ഈ കിലുക്കാംപെട്ടിക്ക് ചണ, തന്തലക്കുട്ടി അങ്ങനെ പല പേരുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അധിനിവേശ സസ്യമായിട്ടാണ് ഇതിനെ കരുതി പോരുന്നത്. 1 മീറ്ററോളം വലിപ്പം വരുന്ന സസ്യമാണിത്. നീലക്കടുവ എന്ന് പറയുന്ന ശലഭത്തിൻ്റെ മാതൃസസ്യം കൂടിയാണ് ഈ കിലുക്കാംപെട്ടി ചെടി. ക്രോട്ട്ലേറിയ റെറ്റൂസ എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. പറഞ്ഞുല്ലോ, ചിത്രശലഭങ്ങൾക്ക് ഇഷ്ടമാണ്, ശരി തന്നെയെങ്കിലും കന്നുകാലികൾക്ക് ഇത് വിഷമയമാണ്. ഇത് പച്ചിലവളമായിട്ടും കൂടാതെ നമ്മൾ വിളകൾക്കൊക്കെ പൊതയിടാനൊക്കെ ഈ സസ്യം നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ കുരുവിൽ നിന്നെടുക്കുന്ന എണ്ണ ഭക്ഷ്യയോഗ്യമല്ല എങ്കിലും ചില പ്രൊഡക്റ്റുകൾ, അതായത് ഷാമ്പൂ, ക്രീം, അതിലേക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇലയും പൂവും എല്ലാം ഉപയോഗിച്ച് വരുന്നതായിട്ട് നാട്ടുമരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനൊക്കെ ഉപരി ഇത് പറയേണ്ടത് എന്താ, ശലഭങ്ങളുടെ കൂട്ടുകാരിയാണ് ഈ സുന്ദരി പൂവും ഈ സസ്യവും. ആകർഷണീയമായ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക. ഇത് കൂടാതെ അതിൻ്റെ തണ്ടിൻ്റെ അഗ്രഭാഗത്തെ കുലകുലയായി വളരുന്ന രീതിയിലാണ് പൂക്കളുണ്ടാവുക. അതുപോലെ തന്നെ ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്ന കായ്കൾക്കുള്ളിലാണ് കിലുക്കാംപെട്ടി ചെടിയുടെ വിത്തുകൾ ഉണ്ടാവുക. ഈ കായ്കളുടെ ഉള്ളിലുണ്ടല്ലോ, ഈ വിത്തുകളൊക്കെ കിടന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ കിലുകിലുന്ന ശബ്ദം വരും. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുമ്പോൾ കിലുകിലുന്ന ശബ്ദം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കിലുക്കാംപെട്ടി അല്ലെങ്കിൽ കിലുക്കിച്ചെടി എന്നൊക്കെ വിളിക്കണത്. കണ്ടോ, ഇത് നമ്മുടെ ജോർജേട്ടൻ്റെ, അതായത് ജോർജ് മുട്ടത്തിൽ സാറിൻ്റെ വീട്ടിൽ എന്താ പറയുക, കിലുക്കാംപെട്ടിയിൽ വന്ന ശലഭങ്ങളുടെ ചിത്രമാണ് കേട്ടോ. അദ്ദേഹം പകർത്തി തന്നതാണ്. എത്ര ശലഭങ്ങളാണ് വന്നിരിക്കണേന്ന് നോക്കൂ. ശരിക്കും ഒരു ശലഭോദ്യാനം തന്നെ അല്ലേ? അപ്പോൾ ഈ വർണ്ണങ്ങളൊക്കെ കണ്ടു വേണം നമ്മുടെ കുട്ടികൾ വളരാനായിട്ട്. പൂക്കൾ പാറിപ്പോകുന്നിതമ്മാന്ന് പറയണ പോലെയുണ്ട് അല്ലേ ചിത്രശലഭങ്ങൾ പാറിപ്പോകുന്നത് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ചിത്രശലഭങ്ങൾക്ക് ആവശ്യമായ തേൻ കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ചെടിയിൽ വരണത്. ഈ പൂമ്പാറ്റകളൊക്കെ ഈ ചെടിയിലേക്ക് വരുന്നത് എന്തിനാ? പൂക്കളിലെ തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എന്നാൽ അവർക്ക് ആവശ്യമായ ലവണങ്ങൾ കൂടി വേണം. അതായത് ചെളിയൂറ്റൽ പ്രക്രിയയിലൂടെയാണ് സാധാരണയായിട്ട് പൂമ്പാറ്റകൾക്ക് ഈ ലവണങ്ങളൊക്കെ ലഭിക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള ചെടികളുടെ തണ്ടുകൾ, ഇലകളിൽ നിന്ന് അവയ്ക്ക് ഈ ആവശ്യത്തിന് ഉള്ള ആൽക്കലോയിഡുകൾ, ലവണങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നീലക്കടുവ ശലഭങ്ങൾക്ക് ഏറെ പ്രിയമായ ആൽക്കലോയിഡുകൾ നുണയുന്നതിന് വേണ്ടിയിട്ടാണ് അവ കൂട്ടമായിട്ട് ഈ കിലുക്കാംപെട്ടി ചെടിയിലേക്ക് വന്നു ചേരുന്നത്. കിലുക്കാംപെട്ടി ചെടി സമൃദ്ധമായി വളരുന്നത് എവിടെയാണ്? പുഴയോരങ്ങളിലും തീരപ്രദേശങ്ങളിലും അല്ലേ? അവിടെ എല്ലാം തന്നെ ഈ ചെടികളിൽ ധാരാളമായിട്ട് ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശലഭങ്ങൾക്ക് വേണ്ടത്ര ലവണങ്ങൾ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. ഈ ചെടിക്ക് ശരിക്കും പറഞ്ഞാൽ 500-ലധികം ഉപവർഗ്ഗങ്ങളുള്ളതായിട്ടാണ് ശാസ്ത്രീയ കണക്കുകൾ പറയുന്നത്. എങ്കിലും കൂടുതലായിട്ടും നമ്മൾ ഈ മഞ്ഞ നിറത്തിലുള്ള സുന്ദരമായ പൂക്കളോട് കൂടിയ ചെടിയാണ് ധാരാളമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ, കിലുക്കാംപെട്ടി ചെടിയുടെ പച്ചക്കായകൾ അത് ഉണങ്ങുമ്പോൾ കറുത്ത നിറമായി മാറുന്നു. അതിനകത്ത് വിത്തുകളുണ്ടാവും, കടുകണു പോലത്തെ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ. അത് നമ്മൾ കുലുക്കി നോക്കിയാൽ നല്ല കിലുകില് ശബ്ദം കേൾക്കാം. അതുകൊണ്ടാണ് കിലുക്കാംപെട്ടി ചെടി എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ കൗതുകമുള്ള ഒരു ചെടിയാണ്. ഈ പൂമ്പാറ്റകളുടെ വർണ്ണലോകം കണ്ടു വേണം നമ്മുടെ കുട്ടികൾ വളരാനായിട്ട്. അപ്പോൾ നമുക്കൊക്കെ വീട്ടിലെ ശലഭോദ്യാനം വളർത്തണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ കിലുക്കാംപെട്ടി ചെടി കൊണ്ടങ്ങ് വളർത്തിയാൽ മതി. യഥേഷ്ടം ശലഭങ്ങൾ നമ്മളെ തേടി അങ്ങോട്ട് എത്തും. വർണ്ണ കാഴ്ചകൾ കണ്ട് മനം കുളിർക്കെ സന്തോഷിക്കട്ടെ നമ്മുടെ ഭാവി തലമുറ. അപ്പോൾ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാം. ഇത്തരത്തിലുള്ള തൈകളും നമ്മളിവിടെ വൃന്ദാവനത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു സസ്യത്തെ പരിചയപ്പെടാനായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്താം. അതുവരേക്കും നമസ്കാരം.